ലൈവായിട്ട് അങ്ങോട്ട് പൊളിച്ചു കൊടുക്കാന്നുണ്ട് കേട്ടോ നിങ്ങൾ. ലൈവായിട്ട് നേരെ വെക്കാനൊന്നുമില്ല. ഇവന്മാർക്ക് വേറെന്താ പണി ഇതല്ലാതെ ഇവന്മാർക്ക് ഇതൊന്ന് കണ്ടുപിടിക്കണം. ആദ്യം ഒരു ക്യാമ്പിൽ നടന്നിട്ടുള്ള രാവിലെ വെളിച്ചമില്ല, യാതൊന്നുമില്ല. ഞങ്ങൾ ആകെപ്പാടെ അനാഥയായിട്ട് നടക്കും. ഒരു ഗുളിയൊക്കെ എത്ര നേരം നിന്നത് ഏതാണ്ട് ഈ ഒരു ഗുളിയാ തന്നത്. രാവിലേക്ക് നിങ്ങളെ മാറ്റുന്നല്ലാതെ സൗകര്യങ്ങളൊന്നും എന്തോ സൗകര്യങ്ങളാണ്, എന്തുവാ, എന്തിനാ ഇത്? എന്തോനായി ഗവൺമെന്റ്? ഞങ്ങൾ ഉണ്ടായിട്ടല്ലേ ഇവര് കയറി പോന്നു. ഇനി ഞങ്ങൾ കണ്ടോളാം. ഇതിനെക്കാട്ടി എന്തോ ഡീസന്റ് ആയിരുന്നു വിജയൻ. എന്താണ് ഇവര് പറഞ്ഞത്? ആളെ ശ്രദ്ധിക്കുക. സത്യം പറഞ്ഞാൽ ഈ ക്യാമ്പ് തന്നെ പരാജയമാണ്. ഒന്നാമത് ഇന്നിപ്പോൾ രാവിലെ അവർക്ക് ബാത്റൂമിൽ പോകാൻ വെള്ളമില്ല. ഇതൊക്കെ വെള്ളമൊക്കെ എത്തിച്ചു കൊടുക്കാൻ നിഷ്പ്രയാസമായിട്ട് കഴിയുന്നത്. ഇപ്പൊ തന്നെ അതുപോലെ BP-ക്കുള്ള പുളി അത് ഇന്നലെ വൈകിട്ട് പറഞ്ഞു. ഇതുവരെ വന്നിട്ട് കൈവച്ചേക്കോ, കൊടുത്തിട്ടില്ല. ഇവര് പെട്ടെന്ന് വീട്ടിൽ നിന്ന് ചാടി ഇറങ്ങി വന്നാ ഒരു സാധനം ഗുളിയൊന്നും എടുക്കാതെ. പക്ഷെ ഇതൊന്നും ഇവിടെ ക്രമീകരണമില്ല. ക്യാമ്പ് തീർത്തും പരാജയമാണ്. ഇപ്പൊ സർക്കാർ സംവിധാനം ഇപ്പൊ പൊളിയാണ്. ഭക്ഷണം എത്തുന്നില്ല പരാതി രാവിലെ ചില ക്യാമ്പിൽ വന്നിരുന്നു. പക്ഷെ പരിഹരിച്ചെന്നൊക്കെയാണ് മന്ത്രി പറയുന്നത്. മന്ത്രി പറഞ്ഞിട്ട് പോവല്ല. അത് ഇത് ജനപ്രതിനിധികൾ കുറെ ജനപ്രതിനിധികളെ മിടുക്കൊണ്ട് കാര്യങ്ങൾ നടന്നുള്ളൂ. അവര് പോയി വെല്ലോറയിൽ നിന്ന് മേടിച്ച് അവര് കൊടുത്താ. എങ്ങനെങ്കിലും ഈ ക്യാമ്പ് പൊളിക്കണം, അതിനാണ് ഇവനൊക്കെ വന്നത്. ക്യാമ്പ് പൊളിക്കാൻ വേണ്ടിയിട്ടാണ്. ജനപ്രതിനിധികൾ ഇതിനൊക്കെ തന്നെ ഇതല്ല ഇവൻ പറഞ്ഞത്. ഗവൺമെന്റ് സർക്കാർ മന്ത്രി വന്നുകൊണ്ട് ഇത് ചെയ്യണമെന്ന് നിർബന്ധമുണ്ടോ? ജനപ്രതിനിധികൾ ചെയ്യുന്നുണ്ടോ എന്ന് നോക്കാം. നമ്മള് ഇനി ബാക്കി കൂടുതലായിട്ടൊന്ന് കേൾക്കുന്നത് പഞ്ചായത്ത് പ്രസിഡന്റ് അടക്കമുള്ള ആളുകളും ഈ ക്യാമ്പിൽ തന്നെ നമുക്ക് അവരോട് ചോദിക്കാം. കാരണം അവർക്ക് തന്നെയാണല്ലോ അവിടുത്തെ ഉത്തരവാദിത്തപ്പെട്ട ആളുകൾ. അവരെന്താ ചെയ്യുന്നത്, അവരെന്താ പറഞ്ഞ അവിടുത്തെ അവസ്ഥ എന്താണെന്ന് ചോദിക്കുന്നത്. പ്രസിഡന്റ് ഇവിടെ മരുന്ന് പോലും കിട്ടുന്നില്ല എന്നുള്ള പരാതി ഇവിടെ കൂടെ കിട്ടില്ലെന്നൊക്കെ അദ്ദേഹം പറയുന്നത്. ഇവിടാണ് ഹെൽത്തുകാർ നിങ്ങൾ കണ്ടോണ്ടിരിക്കുകയല്ലേ. ഹെൽത്തുകാരല്ലേ നിൽക്കുന്നത്. ഹെൽത്തുകാർ ഫുൾ കോറത്തിൽ ഇവിടെ നിൽക്കുക. ഇത് ഹെൽത്തുകാർ അപ്പൊ ഈ കിട്ടുന്നില്ലെന്ന് പറഞ്ഞാൽ അവരവിടോട്ട് ഈ സൈഡിൽ നിന്ന് ഇങ്ങോട്ട് വന്നാൽ മേടിച്ചാൽ പോരെ. അടിസ്ഥാന സൗകര്യങ്ങളൊക്കെ ഒരുക്കുന്നതിൽ കാലതാമസം ഒന്നും കാണുന്നില്ല. ഇന്നലെ തൊട്ട് എല്ലാ ക്രമീകരണങ്ങളും ഇവിടെ ഉണ്ട്. അതായത് ഇവരുടെ വീടുകൾ ഈ പറഞ്ഞ ആൾക്കാരിരിക്കുന്ന വീടുകളിൽ രാവിലെ ഞാൻ ഉൾപ്പെടെ പോയി. അത് കഴിഞ്ഞ് ഉച്ചയായപ്പോൾ MLA ഉൾപ്പെടെ പോയി. എല്ലാവരും മാറണമെന്ന് പറഞ്ഞു. ഞങ്ങൾ എന്തെങ്കിലും സഹായം ചെയ്യണമെന്ന് ചോദിച്ചു. വേണ്ട, ഞങ്ങൾ സാധനങ്ങളെല്ലാം പറക്കി അടുക്കിക്കോളാമെന്ന് പറഞ്ഞു. ഞങ്ങൾ മാറിക്കോളാമെന്ന് പറഞ്ഞു. അതനുസരിച്ച് വാർഡ് മെമ്പർ ഇതാണ് വാർഡ് മെമ്പർ. ഇവിടെ വെളിച്ചം പോലും ഇല്ല. അപ്പോൾ ഒരു ജനറേറ്റർ സംവിധാനം ഇല്ല. ജനറേറ്റർ ഇന്നലെ രാത്രിയിലുണ്ട് ഇവിടെ. പ്രവർത്തിക്കുന്നില്ല. എവിടെ? ഫുൾ ടൈം പ്രവർത്തനമുണ്ട്. ജനറേറ്റർ ഇന്നലെ 7 മണിയായപ്പോൾ കൊണ്ടുവച്ചാണ് ഇന്ന് രാവിലെ വരെ. ഇപ്പോഴും ജനറേറ്റർ നിങ്ങൾക്ക് ലൈവായിട്ട് നോക്കാമല്ലോ. ഞാൻ പറയും, ഇന്നലെ രാത്രിയില് 10:30 വരെ ഞാൻ ഇവിടെ ഉണ്ടായിരുന്നു. നല്ല പ്രകാശമുണ്ട്. എല്ലാവരെയും കിടത്തി കഴിഞ്ഞിട്ടാണ് ഞാൻ പോയത്. വേണ്ട സൗകര്യങ്ങളെല്ലാം ചെയ്തു കൊടുത്തു. കൊതുകടിയാന്ന് പറഞ്ഞാൽ ബോയിൽ വാങ്ങിച്ചു കൊടുത്തു. അവരുടെ വീടുകളിൽ രാവിലെ 5 മണിയായപ്പോൾ ഞാൻ ചെന്നത്. ഞാൻ വാർഡ് മെമ്പറാണ്. ആ സമയത്ത് അവിടെ വെള്ളം കയറിയിട്ടില്ല. പിന്നെ ഒരു 7 മണി തൊട്ട് പെട്ടെന്നാണ് വെള്ളം കയറാൻ തുടങ്ങി. ചെന്നു, സാധനങ്ങളെല്ലാം മാറ്റാൻ പറഞ്ഞു. വേണ്ട സഹായങ്ങൾ ചെയ്തു കൊടുത്തു. വണ്ടി വിളിച്ചു കൊടുത്തു. സാധനങ്ങൾ കൊണ്ട് സേഫായിട്ട് ഇടാനുള്ള സ്ഥലം ഒരുക്കി കൊടുത്തു. അതുപോലെ തന്നെ ക്യാമ്പും സജ്ജമായി. അതായത് ആ വാർഡിലുള്ള ഒരു മെമ്പറും പഞ്ചായത്ത് പ്രസിഡന്റുമാണ് ആ ക്യാമ്പിലുള്ളത്. അവര് പറഞ്ഞ കാര്യങ്ങളാണ് ലൈവായിട്ട് കാണിച്ചു കൊടുക്കുകയാണ്. ഇതൊക്കെ അവിടെ റെഡിയാണ്. വെറുതെ വന്ന് പറയാണ്. അവിടെ പറയുന്ന ആ കാണിച്ച ആളാരാന്നറിയോ? അതെ, ഇതാണ് ആ പുള്ളി. ഏത് സർക്കാർ സംവിധാനങ്ങളൊക്കെ പൊളിഞ്ഞെന്ന് പറഞ്ഞ പുള്ളിയാണിത്. മനസ്സിലായില്ലേ? ഇനി ഇത് അടുത്തും കൂടി കണ്ടോളേ. രാവിലെ അമ്മച്ചി പറഞ്ഞു കേട്ടില്ലേനോ ഇതിനേക്കാൾ എത്രയോ നല്ലത് വിജയനായിരുന്നു. ആ അമ്മച്ചി ഇതാ വൈകുന്നേരം കറക്റ്റായിട്ട് കാര്യങ്ങൾ പറയുന്നു. എന്റെ പൊന്നു പോലെ എനിക്കൊന്നും അറിയത്തില്ല. എന്റെ അടുത്ത് നിന്ന് വിജയമാവും പറഞ്ഞു ഇന്നതുപോലൊക്കെ പറയാൻ പറഞ്ഞു. ഞാൻ പറഞ്ഞു അത്രേ ഉള്ള കാര്യം. എന്തിലാണ് വിജിലിമോനെ, എന്തിനാണ് ഇതുപോലത്തെ പണിയെടുക്കുന്നത്? ആവില്ലെങ്കിൽ അടങ്ങി അവിടെ നിന്നാ പോരെ. എന്തിനാണ് ഇതുപോലുള്ള കുത്തിത്തിരിപ്പ് പണിയെടുത്ത്? എന്ത് കാര്യം കിട്ടാനാണ്? അടങ്ങി അവിടെ നിന്നു. ആ ചെയ്യുന്ന ആളുകളെ ചെയ്തോട്ടെ. ഇവരാവശ്യം എങ്ങനെങ്കിലും ഈ സംവിധാനങ്ങൾ ഈ ക്യാമ്പിലൊക്കെ പോയിട്ട് അതിന്റെ സംവിധാനങ്ങളൊക്കെ താറുമാറാക്കണം. എന്തെങ്കിലും ആയിട്ട് ആളുകളെ ഇടങ്ങേറാക്കാൻ പോവാ. ഇവര് സഹായിക്കാൻ പോവല്ല. ഇവര് അവിടെയുള്ള ആളുകളെ ഇടങ്ങേറാക്കാൻ പോവാണ്. ഇതുപോലത്തെ ഓരോ വിജിലുമാരുണ്ടായ പോരെ.